ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പെട്ടുപോയ ഒരു ജൂവിഷ് പ്രൊഫസർ അതിപ്രഗത്ഭനായിരുന്നു. നല്ല ജീവിതം നയിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നവനായിരുന്നു. പെട്ടെന്നാണ് നനച്ചിരിക്കാത്ത കൊടുങ്കാറ്റിൽ പെട്ടതുപോലെ അയാളെയും കുടുംബത്തെയും കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നത്. മനസ്സ് മടുത്ത് തളർന്ന് അങ്ങേയറ്റം ആടി ഉലഞ്ഞ് ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. തണുത്തുറഞ്ഞ ശൈത്യകാലമാണ്. അയാൾ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുക. അയാൾ ഒരു കുടുസ് മുറിയിൽ കയറി ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്നു. വെട്ടം ഒട്ടുമില്ല. കൃത്യമായിട്ട് ഞരമ്പൊന്ന് മുറിക്കണം. അയാൾ അല്പം മുകളെയുള്ള കിളിവാതിൽ അടഞ്ഞിടയ്ക്കാണ്. അതൊന്ന് തള്ളി തുറക്കാൻ ശ്രമിച്ചു നോക്കി, പറ്റുന്നില്ല. അവിടെയുള്ള മറ്റൊരു സ്റ്റൂഡിന്മേൽ കയറി നിന്നുകൊണ്ട് അയാൾ ആ കിളിവാതിൽ തള്ളി തുറന്നു. അപ്പോൾ അയാൾ എന്താണ് കണ്ടത്? തണുത്തുറഞ്ഞ മഞ്ഞിൽ പെട്ടെന്ന് ഏതോ ഒരു പൂവ് വിരിഞ്ഞ് നിൽക്കുന്നത് പോലെ പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ്. ഉറഞ്ഞുകിടക്കുന്ന ശൈത്യത്തിൽ വസന്തത്തിൻ്റെ ആഗമനത്തെ വിളിച്ചറിയിക്കുന്ന ഒരു പൂവ് വിരിഞ്ഞു നിൽക്കുന്നു. അയാൾ പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് അയാൾ ദുഃഖം മറന്നു. ഏത് തണുത്തുറഞ്ഞ വന്യമായ കാലങ്ങൾക്ക് ശേഷവും വസന്തത്തിൻ്റെ വരവുണ്ട് എന്നൊരു തോന്നൽ അയാൾക്കുണ്ടായി കാണണം. ജീവിതത്തിന് പെട്ടെന്നൊരു അർത്ഥം വരുന്നത് പോലെ അയാൾ ഒ.എൻ.വി. കുറുപ്പിൻ്റെ കവിതയിൽ പറയുന്നത് പോലെ, ഒരു ദുഃഖത്തിൻ വെയിൽ ആറുമെൻ മനസ്സിൽ നിന്നൊരു പൂ വിരിയുന്നു, പേരിടാനറിയില്ല എന്ന മട്ടിൽ ഏതൊക്കെയോ ഒരു അർത്ഥതലങ്ങളുടെ ഇളം കാറ്റിൽ ജീവിതത്തിലേക്ക് തിരികെ പറന്നു. അയാൾ ജീവിച്ചു. ചെറുപൂവിൻ്റെ ചെറുകാഴ്ച അയാൾക്ക് അർത്ഥം പകർന്നു നൽകി. ഞാൻ ഈ പറഞ്ഞ നുറുങ്ങ് വിക്ടർ ഫ്രാങ്കലിൻ്റെ മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന അതിസുന്ദരമായ പുസ്തകത്തിൽ നിന്നാണ്. വിക്ടർ ഫ്രാങ്കൽ 3 വർഷക്കാലം 4 കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ സഞ്ചരിച്ച് ജീവിച്ച് നരകയാതന അനുഭവിച്ച പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അതിസുന്ദരമായ ഭാഷയിൽ എഴുതി പുസ്തകമായി പ്രസിദ്ധീകരിച്ചപ്പോൾ അത് ലോകം ഏറ്റെടുത്തു. ലോകത്തെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന പുസ്തകങ്ങളിലൊന്നായി ഇന്നും വിക്ടർ ഫ്രാങ്കലിൻ്റെ മാൻ സെർച്ച് ഫോർ മീനിങ് നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരൊറ്റ പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് 25ലേറെ ഓണററി ഡോക്ടറേറ്റ്സ് ലഭിക്കുകയുണ്ടായി. നോബൽ സമ്മാനത്തിനും അദ്ദേഹത്തിൻ്റെ പേര് 1-2 തവണ നോമിനേറ്റ് ചെയ്യപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയില്ല. അതിനോട് അടുത്ത് നിൽക്കുന്ന ധാരാളം പ്രൈസുകൾ അദ്ദേഹം നേടുകയും ചെയ്തു. ഈ പുസ്തകം എന്തുകൊണ്ട് നമ്മൾ വായിച്ചിരിക്കണം? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒരു പക്ഷേ അർത്ഥരാഹിത്യത്തിൻ്റെ വല്ലാത്ത ലോകത്ത് ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞടക്കുമ്പോൾ പെട്ടെന്ന് അർത്ഥത്തിൻ്റെ ഒരു വെട്ടം പോലെയാണ് ഈ പുസ്തകം. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആന്തരിക അർത്ഥങ്ങളിലേക്ക് തള്ളി തുറക്കുന്ന ഏതൊരു വാതിൽ പോലെ. ആ വാതിൽ തള്ളി തുറന്ന് നിങ്ങൾ പുലരിവട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, എന്തൊക്കെ ഇരുട്ട് യാഥാർത്ഥ്യങ്ങൾ ചുറ്റിലുണ്ടെങ്കിലും ജീവിതം സുന്ദരമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുക, ഈ പുസ്തകം വായിക്കണം. ഈ പുസ്തകത്തിൻ്റെ താളുകളിൽ ക്രിസ്തു സാന്നിധ്യം നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. 1. വിക്ടർ ഫ്രാങ്കൽ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ആദ്യം സംഭവിക്കുന്ന ഒരു ദുരന്തം എന്താണ്? ഹിറ്റ്ലർക്ക് ക്രൂരമായൊരു വിനോദം ഉണ്ടായിരുന്നു. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് വരുന്ന ആളുകളുടെ വസ്ത്രമെല്ലാം ഉരിഞ്ഞു മാറ്റി അവരുടെ ശരീരത്തിൽ നിന്ന് അവസാനത്തെ രോമം വരെ വടിച്ച് നീക്കി അവരൊന്നും അല്ലാതാക്കി മാറ്റണം. ബിഗ് സീറോ ആക്കി മാറ്റണം. ഇനി ബന്ധുക്കളെ മുഴുവൻ, ഉറ്റവരെ എല്ലാം മറ്റ് സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പിക്കും. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ആ ഭാര്യ നിറകണ്ണുകളോടുകൂടി അയാളോട് വിട പറയുന്നു. ഇനി കാണുമോ? നിങ്ങൾ അത്തരം കാഴ്ച മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്കുക. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പകുതി എന്ന് വിളിക്കപ്പെടാവുന്ന ഒരാൾ, അയാൾ വിട ചൊല്ലാൻ പോലും പറ്റാത്ത വിധത്തിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ നിങ്ങളെ ദയനീയമായി നോക്കി പിന്നെ നടന്നു നീങ്ങുകയാണ്. ഇനി നിങ്ങൾ കാണുമോ? അറിഞ്ഞുകൂടാ. വിക്ടർ ഫ്രാങ്കലിൻ്റെ ജീവിതത്തിൽ ആ സ്ത്രീയെ, ഭാര്യയെ പിന്നീട് കണ്ടിട്ടില്ല. അപ്പോൾ പിന്നീട് കൊടും യാതനകളുടെ ഒരു പർവ്വം ആരംഭിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ബുദ്ധിമുട്ടുകൾ. ആദ്യം അദ്ദേഹം പാതാളത്തോളം താഴുപോയി. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു, വിശ്വാസം നഷ്ടപ്പെട്ടു.
സ്നേഹിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. പക്ഷെ പതുക്കെ പതുക്കെ അദ്ദേഹം മനസ്സിലാക്കി ഇത് വല്ലാത്തൊരു പാറാവാണ്. ഈ പാറാവിൽ പെട്ടവരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റൊരു പാറാവ് കൂടി തീർത്തു കഴിഞ്ഞാൽ 2 പാറാവുകൾക്കിടയിൽ 2 ജയിലുകൾക്കിടയിൽ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയെ വരും. അതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു, ഈ പാറാവിലാണ് നമ്മളെല്ലാവരും, ജയിലിലാണ്. പക്ഷേ കുറച്ചുകൂടി ബോധ്യത്തോടു കൂടി ഈ ജയിലിലും ഒരു കിളിവാതിൽ തുറക്കാൻ പറ്റും. ആ കിളിവാതിൽ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതുക. കാരണം ഇദ്ദേഹത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് വലിച്ചിഴക്കുന്ന നേരത്ത് ഇദ്ദേഹത്തിൻ്റെ കൈവശം ഈ മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന പുസ്തകത്തിൻ്റെ കൈപ്പടയിൽ എഴുതിയ പുസ്തകം ഉണ്ടായിരുന്നു. പക്ഷെ ആ പുസ്തകം അവർ വലിച്ചെറിഞ്ഞു കളഞ്ഞു. അത് വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇപ്പോൾ കാറ്റെടുത്ത് പോയത്. പക്ഷെ അദ്ദേഹം പിന്നീട് ആ പുസ്തകം എഴുതുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. ആ പുസ്തകം എഴുതുന്നത് ഒരു ലഹരിയാക്കി മാറ്റി. വല്ലാത്ത ക്രൂരതയുണ്ട്, നിന്ദനമുണ്ട്, പീഡനമുണ്ട്. ഇതിനിടയിൽ പുസ്തകം എഴുതണം. ഒന്നാമത്തെ സ്വപ്നം. രണ്ടാമത്തെ സ്വപ്നം, അന്ന് നിറകണ്ണുകളോടെ പിരിഞ്ഞു പോയ നിറവയറുള്ള ഭാര്യയെ ഒന്ന് കണ്ടെത്തണം, കുഞ്ഞിനെ കണ്ടെത്തണം. മൂന്നാമത്തെ സ്വപ്നം, നാട്ടിലേക്ക് എന്തെങ്കിലും തിരികെ ചെന്ന് ജീവിതത്തിന് അർത്ഥമുണ്ട് ഇരുട്ടറകൾക്കപ്പുറത്ത് എന്ന് പറഞ്ഞു കൊടുക്കണം. ഈ 3 സ്വപ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഞാൻ ജീവിച്ചു. പിന്നീട് അദ്ദേഹം ലോഗോ തെറാപ്പി എന്ന തെറാപ്പി സ്ഥാപിച്ചു. ലോഗോ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നർത്ഥം. അപ്പോൾ അർത്ഥ തെറാപ്പി, ജീവിതത്തിന് അർത്ഥം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആകും എന്നൊരു ചിന്ത. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, ആദ്യം ഒന്ന് കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകണം. ഫ്രെഡറിക് നീഷെ ഇങ്ങനെ എഴുതുന്നുണ്ട്, ഇഫ് യു നോ ദ വൈ ഓഫ് ലൈഫ് യു വിൽ നോ ദ ഹൗ ഓഫ് ലൈഫ്. എൻ്റെ അർത്ഥം എന്താണ്? എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ എനിക്ക് സാധിക്കുകയാണെങ്കിൽ എങ്ങനെ എന്ന് ഉത്തരം കണ്ടെത്താൻ പറ്റും. അത് വിക്ടർ ഫ്രാങ്കിൾ ഇങ്ങനെ മാറ്റി എഴുതുന്നുണ്ട്, ഇഫ് യു നോ ദ വൈ ഓഫ് ലൈഫ് യു ക്യാൻ ബെയർ വിത്ത് എനി ഹൗ ഓഫ് ലൈഫ്. അതായത് വൈ എന്ന് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എന്തിനേയും എങ്ങനെയും നേരിട്ട് വിജയം വരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ വിക്ടർ ഫ്രാങ്കിൾ ഈ പുസ്തകത്തിൽ പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ജീവിതത്തിന് മീനിങ് ഉണ്ടാക്കുക, മീനിങ് കണ്ടെത്തുക. വൈ I am here, why I am having all these troubles, why I am facing all these hardships. എന്തുകൊണ്ട് സെയിന്റ് ബെർണാഡ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ബെർണാഡ് why are you here? നീ എന്തിവിടെ ആയിരിക്കുന്നത്? അതിൻ്റെ ഉത്തരം കണ്ടെത്തുവാൻ വേണ്ടിയാണ് അദ്ദേഹം ജീവിതം മുഴുവൻ ചിലവഴിച്ചത്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ്, എന്തിനാണ് ഞാനിവിടെ ആയിരിക്കുന്നത്? അപ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക. ഇദ്ദേഹം ഇംഗ്ലീഷിൽ വിൽ ടു മീനിങ്, അതാണ് എസൻസ് എന്ന് പറയും. അതായത് എന്തിനാണ് ഞാനിവിടെ ജീവിക്കുന്നത് എന്നതിൻ്റെ പൊരുൾ കണ്ടെത്തുക, അർത്ഥം കണ്ടെത്തുക. ഈ അർത്ഥം കണ്ടെത്തിക്കൊണ്ടാണ് ഒരാൾ ജീവിതത്തിൽ മുന്നോട്ട് പോവുക. ഇനി ഒരാൾ കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലുള്ള ദുർഘടയാതനയുടെ സ്ഥലത്തേക്ക് അടക്കപ്പെടുമ്പോൾ 3 കാര്യങ്ങൾ സംഭവിക്കും. 1, അയാൾക്കൊരു ഷോക്കുണ്ടാവും. 2, അയാൾ അപ്പതറ്റിക്കായി മാറും. അപ്പതി എന്ന് പറയുന്നത് എന്താണ്? ഒരു തരം നിസ്സംഗത, എല്ലാത്തിനോടും ഒരുതരം അകൽച്ച, സങ്കടം ഘനീഭവിച്ച കരിമേഘം പോലെയായി ഒരാൾ മാറുകയാണ്. 3, അയാൾക്ക് നിരാശ വരും. വല്ലാത്ത നിരാശയുടെ ആൾരൂപം പോലെയായിട്ട് അയാൾ മാറും. നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് പുസ്തകം അടച്ചു വെക്കണം. എന്നിട്ട് സ്വയം ചോദിക്കണം, നമ്മളെല്ലാവരും ജയിൽ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ്. നിങ്ങളെന്നോട് നോ പറയോ ഞാനിങ്ങനെ പറയുമ്പോൾ? ചെറുതോ വലുതായ ജയിലുകളിൽ നമ്മളൊക്കെ അടക്കപ്പെടുന്നുണ്ട്. ചില സമയത്ത് ദാമ്പത്യ ബന്ധം പോലും ഒരു ജയിലനുഭവമായി മാറിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലിടം, അവിടെ ഒരു ജയിലനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഏതോ ഒരു ജയിൽ പുള്ളിയെ പോലെ നിങ്ങൾ കഴിഞ്ഞുകൂടുന്നുണ്ടാകാം. സോ ജയിലനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഷോക്ക് ഉണ്ടായിട്ടുണ്ട്. ചില നേരങ്ങളിൽ ചില വ്യക്തികൾ വല്ലാത്ത ടോക്സിക് ആണ്. അവരെ ഫേസ് ചെയ്ത് നിങ്ങൾ ഷോക്ക്ഡായി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇലക്ട്രിക് ആഘാതം സംഭവിച്ച പോലെയാണ്. ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഒരു ഘട്ടം, എല്ലാത്തിനോടും ഒരു നിസ്സംഗത. അത് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ചില നേരത്ത് ഉണരാൻ പോലും തോന്നുന്നില്ല, ഉറങ്ങാൻ തോന്നുന്നില്ല, ഉറക്കം വരുന്നില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളതല്ലേ?
ഹൈ ഡിപ്രഷൻ ഒന്നും വേണമെന്നില്ല ഇങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാകാനായിട്ട്. സാധാരണ ജീവിതത്തിൻ്റെ കുരിശുകൾ ചുമന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നിസ്സംഗതയൊക്കെ വന്നു പോകാം. മൂന്നാമതായിട്ട് ഇതിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഒരുതരം നിരാശ വരാം. എന്നെ കേൾക്കുന്നവരിൽ ഇടയ്ക്കെങ്കിലും എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇടയ്ക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. നമ്മൾ നോർമൽ മനുഷ്യർ നോർമലായിട്ട് ഇടയ്ക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. എന്തിനാ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്, സ്നേഹിക്കാൻ ആരുമില്ല എന്നൊരവസ്ഥ വരും. ആളുകൾക്ക് ആത്മഹത്യ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഒരവസ്ഥയിലാണ്. ഇടപ്പള്ളി രാഘവൻ പിള്ള ചങ്ങമ്പുഴയുടെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം ആത്മഹത്യ ചെയ്ത ആളാണ്. മരണം വരുന്നിത എന്ന കവിതയൊക്കെ കുറിച്ച ആളാണ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചു. ഒരാൾക്ക് ജീവിക്കാൻ 3 കാര്യങ്ങൾ വേണം. 1, ചെന്ന് ചേരാനൊരിടം. 2, സ്നേഹിക്കാൻ ആരെങ്കിലും. 3, കാത്തിരിക്കാൻ, റിയലൈസ് ചെയ്യാൻ എന്തെങ്കിലും സ്വപ്നം. ഇത് 3 ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്തു. മനുഷ്യരുടെയൊക്കെ നിലവിളിയാണ് ചില സമയത്ത് ആത്മഹത്യ. സഹായത്തിന് വേണ്ടിയുള്ള നിലവിളിയായിരിക്കാം. അപ്പോൾ ആത്മഹത്യയിലേക്ക് ഒരാളെ തള്ളിയിടുന്നതിന് പകരമായിട്ട് ജീവിതത്തിൻ്റെ വാതിൽ തുറന്ന് മഹത്തായ ജീവിതത്തിൻ്റെ കൃപ വഴിയിലൂടെ നടക്കാൻ എന്ത് ചെയ്യണം? വിക്ടർ ഫ്രാങ്കിൾ പറഞ്ഞു തരികയാണ്, അർത്ഥം കണ്ടെത്തുക. ഇനി ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ എന്ത് വേണം? സുന്ദരമായ 3 കാര്യങ്ങൾ. 1, നിങ്ങൾക്ക് പ്രത്യാശ വേണം. 2, നിങ്ങൾക്ക് സ്നേഹം വേണം. 3, നിങ്ങൾക്ക് വിശ്വാസം വേണം. ഇത് തന്നെയല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കുഞ്ഞുനാൾ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് 3 ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൻ്റെ ഏത് പ്രശ്നത്തെയും നേരിടുവാൻ സാധിക്കും. ഒന്നാമതായിട്ട് പ്രത്യാശ. കാലിഫോർണിയയിൽ സാൻ ഫ്രാൻസിസ്കോയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിൻ്റെ ഒരു ഓറഞ്ച് വർണ്ണവും സുന്ദരമായ കൺസ്ട്രക്ഷൻ സ്റ്റൈലൊക്കെ കൊണ്ട് ലോക പ്രശസ്തി അത് നേടിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൽ വന്ന് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതിൻ്റെ തുടക്ക വർഷം മുതൽ ഇന്ന് വരെ ആളുകൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയുള്ള ആത്മഹത്യ മുനമ്പ് പോലെ ആ സ്ഥലത്തെ കാണുകയാണ്. ഒരു മനുഷ്യൻ അയാളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ എഴുതി വെച്ചു: ഞാൻ പോകുന്ന വഴിക്ക് കരുണയോടെ സ്നേഹത്തോടെ എന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരാളെയെങ്കിലും ഞാൻ കണ്ടെത്തുകയാണെങ്കിൽ ഞാൻ തിരികെ വരും, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ആ മനുഷ്യൻ തിരികെ എത്തിയില്ല. അതിനർത്ഥം എന്താണ്? അയാൾ പോകുന്ന വഴിയിൽ കരുണാർദ്രതയുടെ ഒരു പുഞ്ചിരിയുടെ ഉദാരത സമ്മാനിക്കാൻ ആരുണ്ടായി കാണില്ല. നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം, ഈ മനുഷ്യൻ തല ഉയർത്ത് നോക്കിയിട്ടുണ്ടാവോ? അല്ലെങ്കിൽ ഇയാൾ ആരെയും പുഞ്ചിരിയോടുകൂടി നോക്കാത്തത് കൊണ്ട് ആരും പുഞ്ചിരി സമ്മാനിച്ചതാവോ? എനിക്കറിഞ്ഞുകൂടാ. അതിൻ്റെ ഒന്നും ഉത്തരങ്ങൾ എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്കറിയാം: ഈ മനുഷ്യൻ തിരികെ വന്നില്ല വീട്ടിലേക്ക്. അയാൾ ആ പുഴയിൽ ചാടി ജീവിതം ഒടുക്കി. ഈ പ്രത്യാശ മനുഷ്യന് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അവൻ ജീവിതം ഒടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. പ്രത്യാശ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മനുഷ്യൻ കടലോരത്തിരിക്കുകയാണ്. ഈ ആരവങ്ങൾ ഒഴിഞ്ഞു പോയി കഴിയുമ്പോൾ ആത്മഹത്യ ചെയ്യണം. അയാൾ അങ്ങനെ കടലോരത്തിരിക്കുമ്പോൾ പെട്ടെന്ന് കൂട്ടം തെറ്റിയ ഒരു പെൺകുട്ടി ഓടി അയാളുടെ അടുത്ത് വന്നു. കൂട്ടം തെറ്റിപ്പോയതാണ്, ആളെ മാറിപ്പോയതാണ്. അയാളുടെ തോളത്ത് പിടിച്ചുകൊണ്ട് അവൾ ആകാശത്തേക്ക് ചൂണ്ടിയിട്ട് പറയുന്നത്, ഏയ് ലുക്ക് അപ്പ് ദെയർ, ദെർ ഈസ് എ റെയിൻബോ. നോക്കുക, ഒരു റെയിൻബോ ഉണ്ട് അവിടെ. അയാൾ പെട്ടെന്ന് അയാളുടെ വിലാപങ്ങളുടെ വല്ലാത്ത പ്രളയകാലം മറന്നുപോയിട്ടുണ്ടാവും. അയാൾ നോക്കുമ്പോൾ ശരിയാണ്, അവിടെ റെയിൻബോ ഉണ്ട്, മഴവില്ലുണ്ട്. മഴവില്ല് പുതിയ ജീവിതത്തിൻ്റെ ക്ഷണം പോലെ അയാളുടെ മുന്നിൽ നിൽക്കുകയാണ്. അകത്തൊരു മഴവില്ല് വിരിയും, അയാൾ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോരും. വിക്ടർ ഫ്രാങ്കിൾ പറയുന്ന പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. 1, അദ്ദേഹം പറയുന്നു, ഈ ജനുവരി മാസത്തിലായിരുന്നു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഏറ്റവും അധികം മരണം സംഭവിച്ചിട്ടുള്ളത്. അതെന്താണത്? ജനുവരിക്ക് എന്താണ് പ്രത്യേകത? അതായത് ഡിസംബർ ഒടുക്കമാകുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കും, ഈ വർഷം അവസാനമെങ്കിലും എന്നെ പറഞ്ഞുവിടും, ജീവിതത്തിലേക്ക് തിരികെ പറഞ്ഞുവിടും. അവരെല്ലാവരും കാത്തിരിക്കും. പക്ഷേ ഡിസംബറും കൂടി ഒടുങ്ങുമ്പോൾ മനസ്സിലാവും ആ വർഷവും തീരുമാനമില്ല. അപ്പോൾ ഇനി അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അടുത്ത വർഷത്തെക്കുറിച്ചുള്ള വല്ലാത്ത ദുഃഖ, ദുരിത, വ്യാകുല, ആകുല ചിന്തകൾ നിമിത്തം ആളുകൾ മരിച്ചു വീഴുകയാണ്. നിരാശ കൊണ്ട് ആളുകൾ മരിക്കാറുണ്ട്. അദ്ദേഹം വീണ്ടും എഴുതുന്നു, ഈ വല്ലാത്ത ഇരുട്ടുണ്ട്. ഇരുട്ടും നേരത്ത് ദൈവത്തിൻ്റെ ഒരു വെട്ടം കണ്ടെത്തി കഴിഞ്ഞാൽ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും.
ശരിയാണ്, ആ വെട്ടം കാണാൻ പറ്റാത്തതാണ് ഒരാളെ നിരാശയിലേക്ക് തള്ളിയിടുന്നത്. ഖലീൽ ജിബ്രാൻ്റെ കഥയിൽ 2 പേർ, അപ്പനും മകനും, കുറ്റാക്കുരു ഇരുട്ടത്തിരിക്കുകയാണ്. അപ്പൻ ചോദിച്ചു, ദൈവം ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടാൽ നീ എന്ത് ചോദിക്കും? മകൻ ചോദിച്ചു, അപ്പനെന്ത് ചോദിക്കും? അപ്പൻ പറഞ്ഞു, കുറച്ചുകൂടി താരകങ്ങൾ തരണേന്ന് ചോദിക്കും. നീ എന്ത് ചോദിക്കും? അപ്പനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മകൻ പറഞ്ഞു, കുറച്ചുകൂടി ഇരുട്ട് തരണേന്ന് പ്രാർത്ഥിക്കും. എന്തിനാ ഇരുട്ട്? ഇപ്പം തന്നെ കുറ്റാക്കുരു ഇരുട്ടാണ്, ഇനി എന്തിനാ ഇരുട്ട്? അപ്പോൾ അപ്പനെയും നമ്മളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മകൻ പറഞ്ഞു, Where there is great darkness, stars become brighter. ഇരുട്ട് കൂടുമ്പോൾ താരകങ്ങളുടെ വെട്ടം കൂടും, തിളക്കം കൂടും. ഈ പ്രത്യാശ എന്നുള്ളത് ഇരുട്ടത്തെ തിളക്കമാണ്. ഇനി പ്രത്യാശയുടെ കണ്ണെന്ന് പറയുന്നത് ഇരുട്ടിൻ്റെ മഹാലോകത്തിൽ പോലും വെട്ടം കണ്ടെത്തുവാൻ വേണ്ടി തുറക്കപ്പെടുന്ന കണ്ണുകളാണ്. ആ കണ്ണില്ലാത്തതാണ് നമ്മുടെയൊക്കെ വലിയ പ്രശ്നം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെ ഇരുട്ടുമുറിയിൽ ഒറ്റയ്ക്ക് ദുഃഖവും മൂടി പുതച്ച് മൗനം കുടിച്ചിരിക്കുകയാണെങ്കിലേ നിങ്ങൾ ആ ഇരുട്ടുമുറി വിട്ട് പുറത്തോട്ട് വരിക. There is a dawn outside. പുലരിവട്ടം പുറത്ത് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഇരുട്ടുമുറികളൊക്കെ അടക്കുന്ന, ഇരുട്ട് വാതിലൊക്കെ അടച്ച് പുറത്തേക്ക് വരിക, വെട്ടത്തിലേക്ക് വരിക. തമ്പുരാൻ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ പുസ്തകം നൽകുന്ന ആദ്യത്തെ സന്ദേശം. ഇപ്പോൾ പ്രത്യാശ വീണ്ടെടുക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ സ്നേഹം വീണ്ടെടുക്കുക. ഈ വല്ലാത്ത ദുഃഖ ദുരിതങ്ങളുടെ സമയത്ത് വിക്ടർ ഫ്രാങ്കിൾ എന്ന പ്രൊഫസറെ ജീവിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ഓർമ്മകളാണെന്ന് അദ്ദേഹം കുറിക്കുന്നു. കാരണം നിറകണ്ണുകളോടെ, നിറവയറോടുകൂടി ഭാര്യ വിടചൊല്ലി പോവുകയാണ്. അവിടെ നിന്ന് കണ്ടെത്തണം. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഒരു ഇമാജിനേഷൻ ലോകം ഞാൻ സൃഷ്ടിക്കും, എന്നിട്ട് ഞാൻ ഇമാജിനറി ഡയലോഗ് നടത്തും അവളുമായിട്ട്. അതെന്നെ നിസ്സാരമായിട്ടല്ല സഹായിച്ചത്. അതായത് സ്നേഹിക്കാൻ ഒരാളെ ഹൃദയത്തിൽ കൊണ്ടിടുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, മറ്റൊരു സ്നേഹം കൂടി. എൻ്റെ ജോലി ഞാൻ ഒരു സ്നേഹമാക്കി മാറ്റി, പ്രണയമാക്കി മാറ്റി. അതായത് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിർബന്ധിതമായി ജോലി ചെയ്യണം. നിങ്ങൾക്കൊന്നില്ലെങ്കിൽ വല്ലാതെ വെറുത്ത് മനസ്സ് മുട്ടി പ്രാഗി ജോലി ചെയ്യാം. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളിൽ ഫോഴ്സ്ഡ് ആക്കപ്പെട്ട ജോലിയാണ്. പക്ഷെ അത് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട് അതിലൊരർത്ഥം കണ്ടെത്തി പ്രണയപുരസ്സരം ചെയ്തു നോക്കും. എപ്പോഴും ഇത് സാധിക്കില്ല കേട്ടോ, പക്ഷേ അതും ഒരു പ്രാക്ടീസാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പിലെ പോലുള്ള അങ്ങേയറ്റം ക്രൂരമായ അന്തരീക്ഷത്തിൽ ഒരു മനുഷ്യൻ അയാളുടെ ജോലിയെ പ്രണയപൂർവ്വം കാണുകയാണ്. അപ്പോൾ അവർ നമ്മുടെ കൊച്ചു ജോലിയിലേക്ക് പ്രണയപൂർവ്വം കാണുന്നതിന് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മാത്രമല്ല, അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്ന ഒരു വർക്കിനെ കുറിച്ച് ചിന്തിച്ചു. പുറത്തിറങ്ങണം, പുസ്തകം എഴുതണം. ആ ചിന്ത അദ്ദേഹത്തിന് ചിറകായിട്ട് മാറി. വിശാലമായ ആകാശം അയാൾ കിട്ടുകയാണ്. അപ്പോൾ ഈ സ്നേഹം വന്നു കഴിഞ്ഞപ്പോൾ അയാളുടെ ജീവിതം മാറുന്നുണ്ട്. ഇനി അദ്ദേഹം പറയുന്ന കുറേ കാഴ്ചകളുണ്ട്, ചുറ്റിലും കാണുന്ന കാഴ്ചകൾ. ചില മനുഷ്യരൊക്കെ ഏറ്റവും നിന്ദ്യമായ ഈ അവസ്ഥയിലും സ്നേഹിക്കാൻ സമയം കണ്ടെത്തിയവരാണ്. അവരാണ് ജീവിച്ചത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നിരാശ കൊണ്ടും യാതന കൊണ്ടും വേദന കൊണ്ടും ആളുകൾ മരിച്ചു വീഴുമ്പോൾ ചില ആളുകൾ പിടിച്ചു നിന്നു. കാരണം അവരവിടെയും സ്നേഹിക്കാൻ ഒരു പഴുത് കണ്ടെത്തുകയാണ്. ഇനി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നിങ്ങളെ സ്നേഹിക്കേണ്ട ആളുകൾ തന്നെ ടോക്സിക് ആളുകളായിരിക്കാം. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, ടോക്സിക് ആളുകളോടൊപ്പം ജീവിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടക്കപ്പെട്ട ഒരാൾ അവിടുന്ന് ഒളിച്ചോടി പോകാൻ പറ്റില്ല. ഇനി ഒളിച്ചോടി പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അയാളെ വെടിവെച്ച് കൊല്ലും. എങ്ങനെയും മരണമാണ്. എന്നിട്ടും ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എൻ്റെ വീട്ടിൽ ടോക്സിക് ആയിട്ടുള്ള ആളുകളാണ് കൂടെയുള്ളത്, അവരെ വിട്ടു പോകാൻ പറ്റില്ല. എന്ത് ചെയ്യും? ടോക്സിക്കായ ആളുകൾ ടോക്സിസിറ്റി അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ. നിങ്ങൾക്ക് അപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ സാധിച്ചേക്കും. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ആശ്രമത്തിലെ യുവസന്യാസി വന്നിട്ട് ഗുരുവിനോട് പറയുന്നു, ഇവിടെ എല്ലാം ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ആളുകളാണ്, പ്രശ്നങ്ങളാണ്, എപ്പോഴും കുറ്റം പറയുന്നു, എപ്പോഴും കളിയാക്കുന്നു, എപ്പോഴും പാരവെക്കുന്നു. അങ്ങനെയുള്ള ആളുകളുടെ മുമ്പിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? അതുകൊണ്ട് ഞാൻ ഈ ആശ്രമം വിട്ട് പോവുകയാണ്, വേറൊരു ആശ്രമത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, ഈ ആശ്രമത്തിലെ പ്രശ്നം കണ്ട് പേടിച്ചിട്ട് വേറെ ആശ്രമത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെയും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ പ്രശ്നങ്ങളൊന്നും മാറാൻ പോകുന്നില്ല, പ്രതിവിധി ഉള്ളിലുണ്ട്, അത് കണ്ടെത്തുക. എന്താണ് പ്രതിവിധി? ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഒരു സ്പൂൺ എടുത്തു, അതിൽ എണ്ണ നിറച്ചു, എന്നിട്ട് പറഞ്ഞു, എണ്ണ തുളുമ്പി പോവാതെ നീ ഈ ക്ഷേത്രം ചുറ്റി വരിക. അയാൾ എണ്ണ തുളുമ്പി പോവാതെ
ശ്രദ്ധിച്ച് ഓരോ ചുവടിലും ശ്രദ്ധ അർപ്പിച്ച് നടന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഗുരു ചോദിച്ചു, തുളുമ്പിപ്പോയില്ലല്ലേ? ഇല്ല, ഒരു തുള്ളി പോലും തുളുമ്പിപ്പോയില്ല. അത്രക്ക് ശ്രദ്ധയോടുകൂടി. അപ്പോൾ ഗുരു ചോദിച്ചു, നീ അങ്ങനെ നടന്നു വന്നപ്പോൾ നിന്നെ ആളുകൾ കളിയാക്കുന്നുണ്ടായിരുന്നു, നിന്നെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ടായിരുന്നു, തെറിവാക്കുകളും പൊളിവാക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ? ഒന്നും കേട്ടില്ലേ? ഇവൻ പറഞ്ഞു, കണ്ടില്ല, ഒന്നും കേട്ടില്ല. കാരണം എൻ്റെ ശ്രദ്ധ മുഴുവൻ എൻ്റെ ഈ പ്രവൃത്തിയിലായിരുന്നു. എണ്ണ തുളുമ്പാതെ സൂക്ഷിക്കുക. ഗുരു പറഞ്ഞു, ഇതാണ് ജീവിതത്തിൻ്റെ മന്ത്രം. ചുറ്റിലുള്ള ടോക്സിക് ആളുകൾ വിഷം ചീറ്റുമ്പോൾ അതിൽ ശ്രദ്ധിക്കാതെ നീ ചെയ്യേണ്ട കാര്യത്തെ സ്നേഹിച്ച് മുന്നോട്ട് പോവുക. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതം മാറും. അപ്പോൾ ടോക്സിക് പീപ്പിളെയൊക്കെ മാറ്റിക്കൊണ്ട് സന്തോഷം കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇനി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിറക് കിട്ടുന്നുണ്ട്. മറ്റാൾക്ക് മാത്രമല്ല, എല്ലാവരും കൂടി ഒരു യുവാവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വീട്ടിലെ മറ്റംഗങ്ങളെ പോലെ ഉയർന്നിട്ടില്ല അയാൾ, കരിയറിലും അയാളുടെ വിദ്യാഭ്യാസത്തിലൊന്നും. അതുകൊണ്ട് വീട്ടുകാർ ഒരുമിച്ച് കൂടിയപ്പോൾ എല്ലാവരും ചേർന്ന് അയാളെ കുറ്റപ്പെടുത്തുന്നു, അയാൾക്ക് നേരെ കല്ലുകൾ ഉയർത്തുന്നു, എറിയുന്നു, ഇയാൾ പിടയുന്നു, ഒന്നും മിണ്ടാതിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ ഭാര്യ അടുത്ത് വന്നിരുന്നു. ഭാര്യ പതുക്കെ അയാളെ ഒന്ന് അമർത്തി കയ്യിൽ. എന്താ അയാൾ ചോദിച്ചു. അവൾ പറഞ്ഞു, വെറുതെ. അപ്പം അയാൾ ചോദിച്ചു, നീ എന്നെ കല്ലെറിയാൻ വന്നാണോ, കുറ്റപ്പെടുത്താൻ വന്നാണോ? അവൾ പറഞ്ഞു, ഇല്ല, കുറ്റപ്പെടുത്താനോട് ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ, പക്ഷെ കൂടിയിരിക്കാൻ ഞാനല്ലേ ഉള്ളൂ. ഞാൻ എപ്പോഴും കൂടിയിരിക്കും. ആരൊക്കെ കല്ലെറിഞ്ഞാലും ഞാൻ കൂടെ ഉണ്ടാവും, ഉറപ്പ്. അത്രയും നേരം കല്ലെറിയലിന് മുമ്പിൽ കരയാതിരുന്ന ആ മനുഷ്യൻ ഇപ്പം കരഞ്ഞുപോയി. കാരണം കരുണ തൊടുകയാണ്. കരുണ തൊട്ടപ്പോൾ അയാൾക്ക് ആകാശം കിട്ടി. അയാൾ കരഞ്ഞു. കരച്ചിലിനൊടുവിൽ അയാൾ പറക്കാൻ തുടങ്ങും. ഇങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ആത്മഹത്യയുടെ വഴിയിലേക്ക് പോകാതിരിക്കുന്നത് എന്ന് തിരിച്ചറിയാം. അപ്പോൾ ഇതാണ് സ്നേഹത്തിൻ്റെ ഒരു അർത്ഥം. ഇനി ഈ സ്നേഹം സ്വന്തം വീട്ടുകാരുടെ മാത്രം പറയാൻ, അതിനപ്പുറത്തേക്ക് കൂടി വേണം. മദർ തെരേസ പറയുന്നുണ്ട്, മദർ തെരേസ ഒരു കുഞ്ഞിന് ഒരു കഷ്ണം ബ്രെഡ് കൊണ്ടുപോയി കൊടുത്തു. പതുക്കെ തിന്നുകയാണ്. പതുക്കെ ഓരോ അണുവും ആസ്വദിക്കുന്ന മട്ടിൽ. മദർ പറഞ്ഞു, മോനെ കുറച്ചുകൂടി വേഗത്തിൽ കഴിക്കേ. വീണ്ടും പറഞ്ഞു, കുറച്ചുകൂടി വേഗത്തിൽ കഴിക്കേ. വീണ്ടും പറഞ്ഞു, കുഞ്ഞെ കുറച്ചുകൂടി വേഗത്തിൽ കഴിക്കേ. അപ്പോൾ കുഞ്ഞ് ഒന്ന് നിർത്തിയിട്ട് പകപ്പോടുകൂടി പറഞ്ഞു, വേഗത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ ബ്രെഡ് തീർന്നു പോകില്ലേ? ബ്രെഡ് തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ വിശക്കില്ലേ? അപ്പോൾ ആരാണ് എനിക്ക് ബ്രെഡ് കൊണ്ടുവരിക? ഇത് പറഞ്ഞതിന് ശേഷം മദർ തെരേസ തൻ്റെ നോബൽ പ്രൈസ് സ്വീകരിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിനിടയിലാണ് മദർ തെരേസ പറഞ്ഞു, ഈ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു പക്ഷെ അപ്പത്തിന് വേണ്ടിയുള്ള വിശപ്പല്ല, അർത്ഥത്തിന് വേണ്ടിയുള്ള വിശപ്പുണ്ട്, കരുണയ്ക്ക് വേണ്ടിയുള്ള വിശപ്പുണ്ട്, അംഗീകാരത്തിന് വേണ്ടിയുള്ള വിശപ്പുണ്ട്, ബിലോങ്ങിങ്നെസ്സിന് വേണ്ടിയുള്ള വിശപ്പുണ്ട്. ആ വിശപ്പുള്ള ആളുകൾക്ക് അപ്പമായിട്ട് മാറുക. ഈ അപ്പമായി മാറുക എന്ന പ്രോസസ്സ് സംഭവിച്ചാലേ ജീവിതത്തിന് അർത്ഥതലങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്നേഹം ഒരാൾക്ക് മീനിങ് ഫുൾനെസ് കൊണ്ടുവരുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ആ വിഷമമൊക്കെ മാറ്റിയിട്ട് ആരെങ്കിലും സ്നേഹിക്കാൻ വേണ്ടി ഒരുങ്ങുക. സ്നേഹിച്ചാണ് സ്നേഹിതരായി നിങ്ങൾ തന്നെ മാറുക. അതാദ്യം മനസ്സിലാക്കാം. അവസാനമായിട്ട് വിശ്വാസം. വിക്ടർ ഫ്രാങ്കിൾ പറയുന്നു, നിങ്ങൾക്ക് അർത്ഥം കണ്ടെത്തണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് അതീതമായ ദൈവത്തിൻ്റെ തലത്തിലേക്ക് ഉയരണം. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇദ്ദേഹം പറയുന്നുണ്ട്, ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഏറ്റവും സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആളുകളാരാണ്? അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അതായത് എല്ലാം നഷ്ടപ്പെട്ടു, അപ്പോഴും അവർ ദൈവമുണ്ടെന്നൊരു വിശ്വാസത്തിൽ ദൈവം എല്ലാം നന്മയാക്കി മാറ്റും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവർക്ക് തന്നെ കരുത്ത് കൊടുത്തു, മറ്റുള്ളവർക്കും കരുത്ത് കൊടുത്തു. അദ്ദേഹം പറയുകയാണ്, ദർ വേർ സം പീപ്പിൾ ഹു ഹാഡ് പാക്ട്സ് വിത്ത് ഹെവൻ. ഹെവനുമായി ഉടമ്പടി ഉണ്ടാക്കിയവർ. അദ്ദേഹം അങ്ങനെ സുന്ദരമായൊരു എക്സ്പ്രഷനാണ്. ഹെവനുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയ ചില ആളുകൾ, അവരാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിനെ കുറച്ചുകൂടി വെട്ടമുള്ള ഇടമാക്കി മാറ്റിയത്. വിക്ടർ ഫ്രാങ്കിൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നിൽ നിന്ന് എല്ലാം എടുത്തു കളയാൻ പറ്റും. എൻ്റെ ഭാര്യയെ എടുത്തു മാറ്റാം, കുഞ്ഞുങ്ങളെ എടുത്തു മാറ്റാം, പക്ഷേ എൻ്റെ ആത്യന്തിക സ്വാതന്ത്ര്യം നിശ്ചയിക്കുവാനുള്ള എൻ്റെ ആന്തരികമായ തീരുമാനത്തെ എടുത്തു മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ആ തീരുമാനം വരുന്നത് ഒരുവൻ്റെ വിശ്വാസത്തിൽ നിന്നാണ്. എല്ലാം എടുത്തു മാറ്റാൻ പറ്റും. ജോബ് പറഞ്ഞതുപോലെ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ വീണ്ടും പുസ്തകം ഒന്ന് മടക്കി ചോദിക്കുക. എല്ലാം ഹാർഡ് ടൈംസ് ആയിരിക്കാം, പക്ഷേ നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് പറഞ്ഞു തരും എല്ലാം കടന്നു പോകും. ഗംസെ യൗർ ഹിബ്രു പദപ്രയോഗം, ഇതും കടന്നു പോകും. ഇത് ദാവീദ് ഒരു മോതിരം ഉണ്ടാക്കി, മുദ്രമോതിരം. അതിൽ ഏത് കാലത്തും ഓർമ്മകൾ കൊണ്ടുവരുന്ന വാചകം എഴുതി വെക്കാൻ കൊല്ലനോട് ആവശ്യപ്പെട്ടു. കൊല്ലന് സാധിച്ചില്ല. സഹായിച്ചത് ദാവീദിൻ്റെ മകനായ സോളമനാണ്. സോളമൻ എഴുതി വെച്ച വരികൾ ഇങ്ങനെയാണ്: ഗംസെ യൗർ, ഹീബ്രുവിൽ എൻ്റെ അർത്ഥം ഇതും കടന്നു പോകും. ദുഃഖം വന്നപ്പോൾ അദ്ദേഹം മോതിരം എടുത്ത് വായിച്ചു, ഇതും കടന്നു പോകും, ദുഃഖം കടന്നു പോകും. വലിയ സന്തോഷം വന്നപ്പോൾ, വിജയം വന്നപ്പോൾ അദ്ദേഹം മോതിരത്തിലെടുത്തു ധ്യാനപൂർവ്വം വായിച്ചു, ഇതും കടന്നു പോകും. ആരെങ്കിലും നിങ്ങൾ നെഞ്ചോട് ചേർക്കുമ്പോൾ ഇതും കടന്നു പോകും. ആരെങ്കിലും നിങ്ങൾ നെഞ്ചിൽ നിന്ന് പറിച്ചെറിയുമ്പോൾ ഇതും കടന്നു പോകും. നിലനിൽക്കുന്ന എന്താണ്? ദൈവസ്നേഹം, ദൈവവുമായുള്ള ആ ഐക്യത്തിൽ നിന്നുള്ള ആനന്ദം. അപ്പോൾ അതുണ്ടെങ്കിൽ അർത്ഥം താനേ വരും. അർത്ഥം വരുമ്പോൾ ജീവിതം കുറച്ചുകൂടി സുന്ദരമായി മാറും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, പുസ്തകം ഞാൻ അടച്ചു. നിങ്ങൾ അടച്ചിട്ട മുറിയിലെ തളച്ചിടപ്പെട്ട ദുഃഖം പോലെ കഴിയുന്നവരാണെങ്കിൽ തുറക്കുക വാതിൽ. വെളിച്ചം വന്ന് മുട്ടി വിളിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നു, എന്നെ അനുഗമിക്കുക നിത്യമായ ജീവിതത്തിലേക്ക്, വെട്ടത്തിലേക്ക്. നല്ല യാത്ര നേരുന്നു.